ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ? യുഎഇയിൽ എത്രമാത്രം ചൂടുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. എല്ലാവരുടെയും വീട്ടില് ഒരു പ്രവാസി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എത്രമാത്രം ചൂട് ഇപ്പോഴത്തെ കറക്റ്റ് സിറ്റുവേഷനിൽ ദുബായിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ജുമാന്റെ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമയം ഒരു 1-1:30 മണിയാണ്. സൂര്യൻ ഉച്ചയിലടിക്കണ സമയം. വെള്ളിയാഴ്ച ജുമാന്റെ നേരം പെട്ടെന്ന് പള്ളി ഫുള്ളാവും. ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ട് പെട്ടെന്ന് ജുമാ ഉള്ള പള്ളികൾ ഫുള്ളാവും. അതുകൊണ്ട് തന്നെ പിന്നെ ഉള്ളൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്ന് നിസ്കരിക്കല. സുജൂദ് ചെയ്യുമ്പോ ഒരു ആവിയുണ്ട് കണ്ണിൽ കടിക്കാൻ. മുട്ടുംകാലും കൈയിന്റെ ഉൾപ്പത്തി വരെ പൊള്ളുന്ന രീതിക്കുള്ള ചൂടാണ് ആ നിലത്തുണ്ടാകും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം വീട്ടി ഇരിക്കണ നേരത്ത് മേലിൽ നോക്കി കഴിഞ്ഞാൽ ഓരി ചൊരിയുന്നത് പോലുള്ള വിയർപ്പ് നമ്മുടെ ശരീരത്തുണ്ടാവും. അത് ഇനി എത്ര ചൂടായിക്കോട്ടെ, എത്ര തണുപ്പായിക്കോട്ടെ, നിസ്കാരം എന്നൊരു ലഹരി അത് മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചൂടിനും തണുപ്പിനും ഒരു പ്രസക്തിയില്ല. 2 റക്അത്തെ ജുമാ ഉണ്ടാവുള്ളൂ. ആ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമ്മളവിടെ ചൂടും തണുപ്പും ഒന്നും അറിയില്ല. നിസ്കാരം മാത്രമാവും നമ്മളെ ശ്രദ്ധ. നിസ്കാരം എന്നൊരു ലഹരി നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു പിടിച്ചോ, നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെടും. പടച്ചോൻ ഇപ്പൊ കുറച്ച് പ്രയാസങ്ങൾ തരും, ബുദ്ധിമുട്ടുകൾ തരും, നിങ്ങളെ കഷ്ടപ്പെടുത്തും. പക്ഷെ നിങ്ങൾ നിസ്കാരം എന്ന് പറയുന്ന ആ ഒരു കാര്യം നിലനിർത്തിക്കൊണ്ടാ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളെ ലൈഫിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആ നിസ്കാരം തന്നെ മാറ്റിത്തരും. അതുകൊണ്ട് നിസ്കാരം എന്ന ആ ഒരു കാര്യത്തെ കൈവിടാതെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഒക്കെ പടച്ചോ നോക്കിക്കോ.